Hi dears, welcome back. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടിപ്സ് പരിചയപ്പെടുകയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കളയാൻ വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള സോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെയും തുന്നാറുണ്ടല്ലോ. ഡ്രസ്സ് ഭയങ്കര കട്ടി കാരണം നമുക്കത് തുന്നാൻ സാധിക്കാറില്ല. നല്ലൊരു ടൈറ്റ് ഫീൽ ചെയ്തിട്ട് തുന്നണ സൂചി വളഞ്ഞു പോകാറാണ്. അപ്പോൾ അതില്ലാതാകാൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ഇതുപോലെ സോപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം തുന്നുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തുന്നിയെടുക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് അതിനായിട്ട് ഒരു മാസ്കാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് രണ്ട് സൈഡും വെട്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലെ ആ വെള്ള കളറുള്ള ഭാഗമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്വയർ ടൈപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കഷ്ണം സോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിച്ചാൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഇതാ ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ആ സ്ക്വയർ പീസിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. മാസ്കിൻ്റെ രണ്ട് സൈഡിലും വള്ളി ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ വള്ളി എടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ കെട്ടിയിട്ടുള്ളത്. റബ്ബർ ബാൻഡോ നൂലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. മഴക്കാലമൊക്കെ ആണെന്നറിയാലോ, നമ്മുടെ മക്കളുടെ സ്കൂൾ ബാഗൊക്കെയും നന്നായിട്ട് ഉൾവശം സ്മെല്ലടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാഗിൻ്റെ ഒരു സിബ് തുറന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടിയിട്ട് നല്ല സ്മെല്ലോ എല്ലാ ദുർഗന്ധങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ആയാലും നമ്മളുടെ ആയാലും ഈ ബാഗുകളെല്ലാം സിബ് ഭയങ്കര ടൈറ്റായിട്ട് വരാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാറുണ്ടാവില്ല ചില സമയങ്ങളിൽ. ആ സമയങ്ങളിൽ സോപ്പ് ഇതുപോലെ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് സിബ് നീങ്ങുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ടിപ്പ്, നമ്മുടെ പൂട്ടൊക്കെയും ഭയങ്കര ടൈറ്റായിട്ട് കാണാറുണ്ട്, മഴക്കാലത്തൊക്കെയും പ്രത്യേകിച്ച്. അവിടെയും നമ്മളിതുപോലെ സോപ്പ് വെച്ചിട്ടൊന്ന് ഉരയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ സ്മൂത്തായിട്ട് തുറക്കാനോ അടയ്ക്കാനോ ഒക്കെ പറ്റുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീട്ടിലുണ്ടായിരിക്കുന്ന കത്രിക. ആ കത്രിക അതിൻ്റെ ഷാർപ്നെസ് കൂടാനും ടൈറ്റ്നെസ് കുറയാനും വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സോപ്പ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബാഗിൻ്റെ സിബിൻ്റെ ടൈറ്റ്നെസ് കുറയ്ക്കുക. അവിടെ നമുക്ക് സോപ്പിന് പകരം മെഴുകോ ക്രയോണോ വെച്ചിട്ടോ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാസ്ക് തന്നെയാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ആ സോപ്പിൻ്റെ പോർഷൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായി അതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചത് നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തതിന് ശേഷം ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് ചില സമയങ്ങളിലൊക്കെയും. അപ്പോൾ അതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം ദുർഗന്ധമൊക്കെയും ഇങ്ങനെ ചെയ്യണോണ്ട് മാറും കേട്ടോ. ഇതേപോലെ വാഷിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്ന സ്ഥലത്ത് തൂക്കിയിട്ടാലും മതിയാവും കേട്ടോ, നല്ലൊരു സ്മെല്ല് കിട്ടുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മഴക്കാലത്ത് എത്ര ഉണക്കിയാലും ഡ്രസ്സുകളെല്ലാം ഒരു കാറ മണം ചില സമയങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ ഈ ഒരു സംഭവം നമ്മുടെ ഡ്രസ്സുകളുടെ ഷെൽഫിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സ്മെല്ല് കിട്ടുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഷൂ, അതിനകത്തും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ദുർഗന്ധമൊക്കെ ഒരുവിധം ഇല്ലാതാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ടിൽ ദാൻ ബൈ.